ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു അടിപൊളി കാരമൽ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പഞ്ചസാര ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി കുറച്ച് പാലിൽ, ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ അതിനടുത്ത്, ഒരു ഗ്ലാസ് പാലിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലപോലെ പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 മുട്ട പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ കാച്ചി വെച്ച പാലിലേക്കാണ് കേട്ടോ അത് ഒഴിക്കുന്നത്. ഒരു ഇളം ചൂട് ഉള്ളൂ കേട്ടോ ഈ പാലിന്. അപ്പോൾ ഇളം കൂടിയുള്ള പാലിലേക്കാണ് കേട്ടോ അത് ഒഴിച്ചത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാര ഇല്ലേ, അതിലേക്കാണ് കേട്ടോ ഇതൊരു അരിപ്പ വെച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അടച്ച് കൊടുക്കുക, ഒരു മൂടി വെച്ച് അടച്ച് കൊടുക്കുക. ഇത് ഞാനൊരു ഇഡ്ഡലി ചെമ്പിലിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഇതൊരു അരമണിക്കൂറോളം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് എടുത്തത്. അപ്പോൾ നമ്മുടെ കാരമൽ പുഡിങ് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.